ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നെന്താണെന്നല്ലേ, പാക്കിംഗ് വ്ളോഗാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പം നിൽക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചു. നമുക്ക് കുറച്ച് മാസമായിട്ടുള്ളൊരു പ്ലാനാണ്. വേറൊരു വീട്ടിലേക്ക് മൂവ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ജോലിക്ക് പോകാൻ കുറച്ചുകൂടി ഈസിയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എല്ലാം സെറ്റായി, നല്ലൊരു വീടൊക്കെ സെറ്റായി വന്നപ്പോൾ നമ്മൾ മാറാൻ പോവാണ്. അപ്പോൾ പഴയ പോലെയല്ല, 2 പേരുടെ സാധനം പാക്ക് ചെയ്യണം. അത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഞാൻ അവൈലബിൾ ആയതുകൊണ്ട് എനിക്കിപ്പോൾ എന്തായാലും അത് പാക്ക് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയൊരു ടൈമല്ല. എന്നാലും ഞാൻ കരുതി, ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനിതും കൂടെ ഡോക്യുമെൻ്റ് ചെയ്യാമല്ലോ. നാളെ ഫ്യൂച്ചറിലെങ്ങാനും ഒരു വീട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങാനൊക്കെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ അന്ന് നമുക്കിതൊരു മെമ്മറി ആയിട്ട് കാണാമല്ലോ. അപ്പോൾ എൻ്റെ ഫോണിൽ അതിനുള്ള സ്റ്റോറേജ് ഒന്നും ഇല്ല, ഞാൻ ഡിലീറ്റ് ആക്കി കളയും വീഡിയോസ്. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ അതങ്ങനെ കിടക്കുകയും ചെയ്യും, നമുക്ക് കാണണമെന്ന് തോന്നുമ്പോഴത്തെ കാണുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്, അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതാ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി കുറച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാക്കിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്നെ തെറി വിളിക്കും കമൻറ്റിൽ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ പോലെ അത്ര സേഫായിട്ട് പാക്ക് ചെയ്യണമെന്ന് ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഒന്നാമത് നമ്മൾ കുറച്ച് അടുത്ത സ്ഥലത്തേക്ക് തന്നെ മൂവ് ചെയ്യുന്നത്. രണ്ടാമത് റോഡിലങ്ങനെ കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സേഫായിട്ട് തന്നെ എല്ലാം നമുക്ക് അവിടെ എത്തും. അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. എല്ലാം ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് പെട്ടികളിലാക്കി ജസ്റ്റ് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒരു 2-3 പെട്ടി ഞാൻ കാണിച്ചു തരാം, ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കിച്ചണിലെ കുറേ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് അത് പാക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ടയേർഡാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ വെതർ ഇപ്പോൾ ചേഞ്ചായി, വെയിലായി വന്നു. അപ്പോൾ നല്ല ടയേർഡാണ്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല, എന്തായാലും പാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരിക, നമുക്ക് പാക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഈ റൂമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഞാനിത് റൂമിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് സാധനങ്ങളെല്ലാം. ഇത്രയും പെട്ടി ഞാനിപ്പോൾ പാക്ക് ചെയ്തു. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ബെഡിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഇത് റിമൂവ് ചെയ്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി നനയ്ക്കാനിടാൻ പോവാണ്. പെർഫ്യൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി ഇതൊക്കെ എനിക്ക് പാക്ക് ചെയ്യണം. ഇതാണിപ്പോൾ റൂമിൻ്റെ അവസ്ഥ. ഇത്രയൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാക്ക് ചെയ്യാൻ എനിക്കൊരു ഐഡിയ ഇല്ല എവിടെ തുടങ്ങണമെന്ന്. ബട്ട് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ക്ലോത്ത് ഞാൻ എന്തായാലും പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറയിൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ അധികം വ്ളോഗ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും എവിടെ നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എനിക്കുണ്ട്. അത് ശരിയായിക്കോളും പതിയെ. ഞാൻ കൂടുതൽ ഷോർട്സ് വീഡിയോസൊക്കെ അല്ലേ ഇടാറ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഞാനിതെല്ലാം എന്തായാലും പാക്ക് ചെയ്യട്ടെ. സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് പോകാനുള്ള കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം, അത് ഞാൻ ഉൾക്കൊള്ളിക്കാം. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് UK ഇങ്ങനെ വീട് മറന്നു, ഞാൻ തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്രാമത്തെ വീടാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം തോന്നും എന്താ അങ്ങനെ കാരണം എന്ന്. കാരണം ഇവിടെ UK നമ്മൾ ഓരോ കോൺട്രാക്റ്റിലായിരിക്കും നമ്മൾ വീടെടുക്കുക. ലൈക്ക് 3 months 6 months എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ തൊട്ടേ അങ്ങനെ ആയിരിക്കും വീടുകൾ എടുക്കുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈം കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് തന്നെ മടുക്കും ആ വീടും. ഇപ്പോൾ ഒരാളുടെ വീട്ടിലായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് തന്നെ മടുക്കും ആ ഒരു സ്ഥലവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമ്മളായിട്ട് തന്നെ പുതിയൊരു സ്പേസ് നോക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്ന വീട്ടിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്സുമായിട്ട് പുതിയ വീടെടുക്കും. അങ്ങനെ നമ്മൾ വീട് മാറും. അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ വീട് മാറുന്ന ആൾക്കാരാണ് UK പിന്നുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജോലിയാകുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയും നിൽക്കാം, യൂണിവേഴ്സിറ്റി അടുത്തായിരിക്കും നമ്മൾ മെയിൻലി വീടെടുക്കുക. പക്ഷേ ജോലിയാവുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുത്തെ ആ ഒരു സ്ഥലത്ത് വീട് നോക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ
ചിലപ്പോൾ ഒരു 2 ഇയറിൽ 8 വീട് 9 വീടൊക്കെ മാറുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ തന്നെ ഇതിപ്പം കുറച്ച് വീടായി മാറി 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 അതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലൈസൻസിനല്ല ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടുക, ഡേറ്റ് കിട്ടുക ടെസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുക. അപ്പം ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീഡിയോ കട്ടായി. വേറെ ഒന്നും കൊണ്ടല്ല, ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല, സ്പേസ് ഇല്ല. അപ്പോൾ കുറച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കാണിച്ചു, നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ആ വീഡിയോ അവിടെ കട്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം എന്തായാലും. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടാനായിട്ട് ഡേറ്റ് 6 മാസം കഴിഞ്ഞ ഡേറ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മളെന്നാൽ അടുത്തുള്ളൊരു സ്പേസിലേക്ക്, അതായത് നടന്നു പോകാൻ പറ്റുന്ന ഒരു ദൂരത്തിലേക്ക് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കിട്ടി, നമ്മൾ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നു, നമുക്ക് കിട്ടി. അപ്പോൾ എന്നാൽ മാറാം, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ മാറുന്ന ആളുകളാണ് കൂടുതലും. അതൊക്കെയാണ് മാറ്റത്തിൻ്റെ കാരണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ നാടല്ല. അപ്പോൾ നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാകുന്നത് വരെ ഈ മാറ്റം ഇങ്ങനെ വീടുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതുണ്ടാവുന്ന കാര്യമാണല്ലോ. ഇപ്പം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നല്ലതാണ്. നമ്മൾ അവിടെ തന്നെ നിൽക്കും, നമുക്കത് എപ്പോഴും മാറുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ നമ്മൾ റെൻറ്റ് കൊടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മാറുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണം തോന്നുമ്പോൾ മാറാം. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ആ മാറ്റത്തിനൊപ്പം പോകാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ പാക്കിങ് നടക്കില്ല. അപ്പം ഞാൻ പാക്കിങ്ങിൻ്റെ ബാക്കി ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇനി കുറച്ച് ബാഗുകളും കൂടെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ക്ലോത്ത് തന്നെ. 2 പേരുടെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് സാധനങ്ങൾ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ജാക്കറ്റ് ഒരു ബാഗ് തന്നെ വേണം. ഒരു 3 ജാക്കറ്റ് കയറി കഴിയുമ്പോൾ ഒരു പെട്ടി ഫുള്ളാവുന്നൊരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു, ക്ലോത്തിന് ഉള്ള പെട്ടിക്കകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ജാക്കറ്റെല്ലാം നമുക്ക് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല, ഓരോ വിൻ്ററിലും നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അതെല്ലാം എന്തെങ്കിലും ചെയ്ത് കുത്തി കയറ്റിക്കുക പോകണം. അപ്പം അതാണ് പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ ഞാൻ ഓരോരോ ഷോർട്ടായിട്ട് ഞാൻ ആഡ് ചെയ്യുക. ഇതിൽ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടേ അതും ഞാൻ ഹാപ്പിയാണ്. ഇപ്പം തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒരാൾക്ക് പോലും എൻ്റെ യൂട്യൂബ് ചാനൽ പ്രോമിസ് ഞാൻ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. മീൻസ് എൻ്റെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കും തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എനിക്ക് ആരാന്ന് പോലും അറിയാത്ത ഒരു 43 പേരാണ് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളത്. അതിൽ 2 അതെ, അതിലൊരു 4 അക്കൗണ്ട് എനിക്ക് തോന്നുന്നു പബ്ലിക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവരുടെ പേരെനിക്ക് കാണാം. ബാക്കിയെല്ലാം പ്രൈവറ്റായിട്ട് യൂട്യൂബ് അക്കൗണ്ടുള്ള ആളുകളാണ്. എനിക്ക് ആരാ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്നെപ്പറ്റി ഒന്നും അറിയാത്ത, ഞാൻ എന്താണെന്ന് പോലും അറിയാത്ത ഏതോ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ. അപ്പം ഞാനതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്. എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാൽ മതിയെന്നറിയില്ല. കാര്യം അതെന്നെ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ നോക്കാറുണ്ട്. കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത, എന്നെ ഒന്നും അറിയാത്ത കുറേ ആൾക്കാരെന്നെ ജസ്റ്റ് എൻ്റെ വീഡിയോയിൽ എന്തോ ഒരു ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. അപ്പോൾ താങ്ക്സ്. അത് ഞാൻ പറയാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. അവരത് കാണുമോ, ആ 43 പേരത് കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീഡിയോയും കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരെല്ലാ വീഡിയോയും വാച്ച് ചെയ്യുന്നവരാവണമെന്നില്ല. എന്നാലും പറയാതിരുന്ന അത് ആരെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പല മെൻ്റൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കും. ചില നിസ്സാരമാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നാവുന്ന കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കും. അപ്പോൾ എന്നെ ഇപ്പോൾ ഒരുപാട് ഹാപ്പി ആക്കിയ കാര്യമാണ് എന്നെ അറിയാത്ത ആൾക്കാർ 43 വരെ എനിക്ക് എന്താ പറയുക 43 ലക്ഷം പോലെ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നത് ചില സമയത്ത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അതിന്. ഇനി ഞാൻ വലിച്ചു കിട്ടുന്നില്ല, എന്തായാലും ഞാൻ പാക്ക് ചെയ്തിട്ടേ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. പാക്ക് ചെയ്യുന്നതൊക്കെ വിഷ്വൽസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്ക് ക്ലോത്ത് പാക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലേക്ക് അത്യാവശ്യം ക്ലോത്ത് കാര്യങ്ങളൊക്കെ കൊള്ളുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ തൽക്കാലം ആദ്യം നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബാഗിലിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിലിടുന്ന നമുക്ക് കുറച്ച് ടീഷർട്ട് കാര്യങ്ങൾ ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറേ കൂടെ സ്പേസ് കിട്ടുമെന്ന്. എനിക്കറിയില്ല കിട്ടുമോ ഇല്ലയോ എന്ന്. ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എന്താ പറയുക എല്ലാം ഇങ്ങനെ ഒതുങ്ങി നല്ല കുറച്ചുകൂടെ സ്പേസ് കൂടുതൽ കിട്ടുമെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ ഈ ഡ്രസ്സൊന്നും ഞാൻ ഇട്ടേ ഇല്ല ഗായ്സ്. നിങ്ങൾക്കറിയാലോ നാട്ടിലത്തെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നല്ലേ നൈറ്റി പോലത്തെ ഫ്രോക്ക്. ഇത് അമ്മ എനിക്ക് നാട്ടിൽ വന്നപ്പോൾ വാങ്ങി തന്ന. ഇവിടെ ഇതൊന്നും അങ്ങനെ ആരും ഇടാറൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ കൂടെ കൈ വെക്കുമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ഇത്, കളയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ എപ്പോഴേലും ഇടാം. അതുകൊണ്ട് ഞാനിപ്പോൾ അലമാരിയിലെല്ലാം മടങ്ങിയിരുന്ന തുണിയെല്ലാം എടുത്ത് കട്ടിലേക്ക് ഇട്ടു, എനിക്ക് എടുത്ത് വെക്കാൻ ഈസിക്ക് വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കുന്നത്. ജസ്റ്റ് റോൾ ചെയ്ത് തുണിയൊക്കെ ചുളുങ്ങും. നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ എല്ലാം നല്ല ചുളുങ്ങി പറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ സ്റ്റിൽ നമുക്കിപ്പോൾ സ്പേസ് ആണല്ലോ വേണ്ടേ. എങ്ങനെയും ബാഗിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റാറില്ല. അപ്പോൾ ഞാനിത് പെട്ടെന്ന് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് UK-ൽ നമ്മൾ ഇട്ട ക്ലോത്ത്, നല്ല ക്ലോത്തുകൾ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ഇടാതെ വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റോറുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതിൻ്റെ അല്ല, ഡ്രസ്സില്ലാത്ത ആളുകൾ, ഈവൻ ഡ്രസ്സുള്ള ആളുകൾ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് പ്രൈസിന് കിട്ടും. ചിലപ്പോൾ നല്ല നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് മേടിച്ചിട്ട് കയറാതൊക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നല്ല ഐറ്റംസൊക്കെ ഒരു എന്താ പറയുക 2000 രൂപയുടെ സാധനം, നാട്ടിലെ 2000 രൂപയുടെ സാധനമൊക്കെ അവർ ഇവിടെ 20 പൗണ്ടായിരിക്കും. ആ 20 പൗണ്ട് സാധനമൊക്കെ നമുക്ക് അവിടെ നിന്നൊരു ചീപ്പ് പ്രൈസിൽ 8 പൗണ്ടിനോ 7 പൗണ്ടിനോ ഒക്കെ നല്ല ബ്രാൻഡഡ് സാധനമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇടാത്ത ഡ്രസ്സൊക്കെ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ എനിക്ക് ചാരിറ്റി കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അപ്പം ജസ്റ്റ് അത് പാക്ക് ചെയ്ത് അവിടെ കൊടുക്കുന്നൊരു കഷ്ടപ്പാടേ നമുക്കുള്ളൂ. എന്നാലും നല്ല കാര്യം. നമ്മളെന്തായാലും അത് വെറുതെ വലിച്ചെറിയാനൊന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. പിന്നെ ആകെ ബിന്നിൽ ഇടുക അല്ലെങ്കിൽ അങ്ങനെ ക്ലോത്ത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് അതിലും നല്ലത് ചാരിറ്റിയിൽ കുഴപ്പമില്ലാത്ത കീറി പറയാത്ത ഡ്രസ്സൊക്കെ. അപ്പോൾ അത് ഞാനിങ്ങനെ അത് വേറൊരു സെക്ഷനായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പം ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ബൈ.